ചന്തേരി സാരീസ്. ചന്തേരി സാരീസിൽ ട്രഡീഷണലായിട്ട് നമുക്ക് വരുന്ന ചന്തേരി സാരീസിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ മാറ്റി വന്നേക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് ചന്തേരി സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. സാരിയിൽ ഒരു ടെക്സ്ചർ പ്രിൻറ്റ് പോലെ വരുന്ന പോലെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ട് അതിൽ ഫ്ലൂറൽ പാറ്റേൺസിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റും ടെക്സ്ചർ പ്രിൻറ്റിങ്ങും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ട് അതിൽ നമ്മൾ പിറ്റാ വർക്കിൻ്റെ ഹൈലൈറ്റ് കൊടുത്തേക്കാണ്. പിറ്റാ വർക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ജെറി കൊണ്ടുള്ള ഔട്ട്ലൈനിനാണ്. ഔട്ട്ലൈൻ ചെയ്യാൻ എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, ചെയിൻ സ്റ്റിച്ച് പോലെ വരുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങിനാണ് ഈ പിറ്റാ വർക്ക് എന്ന് പറയുന്നത്. കുറച്ച് പ്രീമിയം സാരീസിലാണ് ഇതുപോലെ പിറ്റാ വർക്കിൻ്റെ നമ്മൾ പ്യുവർ ടെസർ സാരീസിലൊക്കെ പിറ്റാ വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഒരുപാട് സാരീസ് നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നിരുന്നതാണ്. ഒരുപാടെണ്ണം നമുക്ക് എൻക്വയറി ഉണ്ടായിട്ട് നമ്മൾ സെയിൽ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെയിം ഫിനിഷിങ് വരുന്ന ചന്തേരി സാരീസ് അപ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ റേറ്റ് ആൻഡ് സെയിം ലുക്കിൽ വരും കേട്ടോ. അപ്പം ചന്തേരി സാരിയിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ട് അതിൽ പിറ്റാ വർക്കിൻ്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ കളക്ഷനാണ്. ഇപ്പോൾ 2 കളേഴ്സ് ഞാൻ റാൻഡമായിട്ട് ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്ത 2 കളേഴ്സാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ 5 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് കണ്ടോ, ഒരു ഗ്രീനിൽ പീച്ച് ആൻഡ് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് കേട്ടോ. പീച്ച് ആൻഡ് മസ്റ്റർഡ് യെല്ലോ കോമ്പിനേഷനിൽ ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫ്ലോറൽ പാറ്റേൺസ്, സിംഗിൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ പിറ്റാ വർക്കിൻ്റെ ഹൈലൈറ്റ് കൊടുത്തേക്കാണ്. ഫുൾ സാരിയിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഇതേ ഒരു ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സാധാരണ നമ്മൾ ചന്തേരി സാരീസിൽ കാണുന്ന പോലെ ഉള്ള ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് അത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഒരു സാരിക്ക് നമ്മൾ ദേശി ടെസർ സാരിയുടെ സെയിം ഫിനിഷിങ്ങിലുള്ള ടെക്സ്ചർ പ്രിൻറ്റിങ് കൊടുത്തിട്ട് ഫ്ലോറൽ പാറ്റേൺസ് വന്നേക്കാണ്. അപ്പോൾ ഇതൊരു ലോങ്ങർ ഡിസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ദേശി ടെസർ സാരിയിൽ പിറ്റാ വർക്ക് വന്നേക്കുന്ന സെയിം ഇഫക്റ്റിലാണ് കേട്ടോ വന്നേക്കുന്നത്. അതാണ് സാരിയുടെ ഓപ്പൺ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ്സ് പീച്ച് കളറിൽ വളരെ ചെറിയ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള സാരി. ആൻഡ് ഇതിൻ്റെ കൂടെ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഒരു ഡാർക്ക് ബോർഡർ കളറിലുള്ള പീച്ച് കളറിൻ്റെ ഒരു ഡാർക്ക് ടോണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കളർ ഓപ്ഷൻ. ഈ ഒരു കോഡിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഒക്കെ കാണാം കേട്ടോ. DVS 121 കോഡിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 3199 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് പിങ്ക് ആൻഡ് യെല്ലോ. നല്ല ഭംഗിയുള്ള യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. സെയിം കോൺസെപ്റ്റ് തന്നെ ചന്തേരി സാരി വിത്ത് സ്ക്രീൻ പ്രിൻറ്റഡ് ദേശി ടെസർ ഫിനിഷ് ആൻഡ് ഫ്ലോറൽ പാറ്റേൺ. എന്നിട്ട് ഫ്ലോറൽ പാറ്റേണിൻ്റെ എഡ്ജസ്, ആ ഫ്ലോറൽ പാറ്റേണിൻ്റെ ഔട്ട്ലൈൻ വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ടാണ്. ഇതിൻ്റെ ഒരു ക്ലോസർ ആയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു പോയാൽ നല്ല ഭംഗിയുള്ള വർക്കാണ്. ചന്തേരി സാരിയിൽ ആ ഒരു ടെസറിൻ്റെ ലുക്ക് ആൻഡ് ഫീലിൽ വന്നിരിക്കുന്ന സാരി ആൻഡ് ദാറ്റ് ടു ഇൻ ആൻ അഫോർഡബിൾ റേറ്റ്. ഒരു പിറ്റാ വർക്ക് ചെയ്തേക്കുന്ന ടാസർ സിൽക്ക് സാരീസിൻ്റെ സെയിം ഇഫക്റ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനുമാണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ടോണിലാണ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാട്ടോ, ഇതിപ്പോൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടെക്സ്ചർ പ്രിൻറ്റിങ് ബ്ലൗസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള ദേശി ടെസർ സാരിയുടെ സെയിം ലുക്ക് ആൻഡ് ഫീലിലാണ് ബ്ലൗസും ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് DVS 121. 5 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ 2 കാണിച്ചേക്കുന്നത്. DVS 121 കോഡ് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കളർ വേരിയൻസ് കാണാം. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. ഒരുപാട് സാരീസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആക്ച്വലി 3 ഡിസൈൻസിൽ ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫേസിങ് ഫിനിഷിങ് പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തേക്കാണ്. ഫേസിങ്ങിനായിട്ട് ഫ്ലാറ്റ് ഫേസിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുള്ള കളക്ഷനാണ്. ഓൾ ടുഗദർ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, നമുക്കൊരു കാഷ്വലായിട്ട് വേണമെങ്കിലും നമുക്കതിനെ ക്യാരി ചെയ്യാം. ഇല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ, പൊതുവേ നമുക്കൊക്കെ ഒരു സ്റ്റൈൽ കാണും. നമ്മൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇച്ചിരി ഒരു ഡ്രസ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സോബർ ലുക്കിൽ നമുക്ക് വി ലൈക്ക് ടു ബ്ലെൻഡ് ഇൻ, പക്ഷേ സ്റ്റിൽ ലുക്ക് ഗോർജസ്, അങ്ങനത്തെ ഉള്ള ഒരു ലുക്കിലൊക്കെ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. ആൻഡ് ഇത് ചെക്ക് ഓർഗൻസയുടെ ഒരു ലുക്കാണ്. ആക്ച്വലി നമ്മളതിൻ്റെ ഒരു വീവിങ് സ്റ്റൈലിൽ ചെക്ക് ഓർഗൻസയിൽ കുറച്ചൊരു തിക്കറായിട്ടുള്ള ഒരു യാൻസ് ആക്ച്വലി വെഫ്റ്റിൽ മാത്രമാണ് വന്നിരിക്കുന്നത്.
ഫുൾ എംബ്രോയിഡർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതിനകത്ത് ഒരു 3 കൈൻഡ് ഓഫ് ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു കുറച്ചും കൂടി ഒരു ഫിൽഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ഇത് കുറച്ചും കൂടെ ഷെയ്ഡഡ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി വിത്ത് എ സ്കാലപ്പ് ഡീറ്റെയിലിംഗ്. ആൻഡ് വൺ മോർ ഡിസൈൻ വി ഹാവ് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ലുക്ക് ആക്ച്വലി എല്ലാം ഉടുക്കുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് അത് നോക്കാം. ഇത് FHC 102 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 2329 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് പിങ്ക് ഉണ്ട്, ആൻഡ് വി ഹാവ് ദിസ് വെരി പ്രിറ്റി ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെയൊക്കെ ബ്ലൗസും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ബ്ലൗസ് വന്നിരിക്കുന്നത് സോളിഡ് ആയിട്ടാണ്, സോളിഡ് അല്ല പ്ലെയിൻ ആയിട്ടാണ്, പക്ഷേ അതിൻ്റെ വീവിങ് കുറച്ചും കൂടി ഒരു തിക്കർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചും കൂടി ഒന്ന് തിക്കർ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു ബ്ലെൻഡഡ് മെറ്റീരിയൽ ലുക്കാണ് വരുന്നത്. അതിനകത്തും ആ ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ്, ബ്ലൗസിൽ സ്ട്രൈപ്പ് ഡിസൈൻ. ഈ ഒരു ഫേസിങ് അതിനകത്തും വന്നിട്ടുണ്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മൾട്ടി കളേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ടാസൽ എൻഡിങ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അത് സിൽക്ക് ത്രെഡ്സിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ബോഡി ഫുള്ള് കുഞ്ഞ് ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്ററും വരുന്നുണ്ട്. നല്ലൊരു പാലറ്റാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു എന്താ പറയുക, ആ ഒരു ബ്ലൂവിൻ്റെ ഭയങ്കര പേസ്റ്റലും അല്ല, എന്നാലും അതിനകത്ത് അത്രയും ഭയങ്കര ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഷെയ്ഡ്സ് അല്ല, നല്ലൊരു ടോൺ. ഐ ലൈക്ക് ദ ഷെയ്ഡ്സ്. ബ്ലൂവും യെല്ലോവും ഒക്കെ പിങ്ക്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ദെൻ 2 more ഷെയ്ഡ്സ്, പീച്ച് ആൻഡ് ലെമൺ യെല്ലോയുടെ ഒരു പെയിൽ ടോണും കൂടെ ആയിട്ടാണ് വരുന്നത്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ആൻഡ് പീച്ച് ആണ് എൻ്റെ പീച്ചിൻ്റെ ലുക്ക് വരുന്നത്. ഒരുപാട് സാരീസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം കേട്ടോ. ലെമൺ യെല്ലോയുടെ ഷെയ്ഡാണിത്. ഇതും സോഫ്റ്ററായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്, നല്ല കളറാട്ടോ. ഇതാണ് എൻ്റെ ലുക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്ലൗസ് ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ കുറച്ചും കൂടി മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് SHC 102 ആയിരുന്നു. ഇത് നമുക്ക് 104 കാണാം. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ കളേഴ്സ് ഓൾമോസ്റ്റ് അതിനകത്ത് സിമിലർ ആയിട്ടുള്ള ഒരു പാലറ്റിലാണ് പൊതുവെ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും ആ ഒരു സെയിം കോൺസെപ്റ്റാണ് കേട്ടോ. ഫ്ലോറൽസ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ലോവർ പോർഷനിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ്, ഇതിൻ്റെ ട്രാൻസ്പെറൻസി ആ ഒരു ഓർഗൻസ ഫീൽ ആയതുകൊണ്ട് ലൈറ്റായിട്ട് ഒരു ട്രാൻസ്പെറൻസി വരുന്ന ഒരു ലുക്ക് വരുന്നുണ്ട്. ആൻഡ് അപ്പർ പോർഷനിൽ ഒരു ജക്കോട്ട് ഫാബ്രിക് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസൈൻ വരുന്ന ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഫ്ലാറ്റ് ഫേസിങ്. ലോവർ പോർഷനിൽ കട്ട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽ വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് സ്കാലപ്പ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ബ്ലൗസ് ആക്ച്വലി ഈ ഒരു ഫാബ്രിക്കാണ് നമ്മളുടെ ഫേസിങ് ആയിട്ട് നമുക്ക് അപ്പർ പോർഷനിൽ വന്നിരിക്കുന്നത്. അത് ഉടുത്ത് കുത്തുന്നിടം വരെയൊക്കെ ആണ് കേട്ടോ. അത് ജക്കോട്ട് ഫാബ്രിക്കാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേണിൽ, ജോമെട്രിക് പാറ്റേണിൽ വന്നിട്ടുള്ള ജക്കോട്ട് ഫാബ്രിക്. ആൻഡ് അതിൻ്റെ ബാക്കി കളേഴ്സ് ഇതിനകത്തൊരു ബ്രൈറ്റർ ഓപ്ഷൻ ഓഫ് യെല്ലോ വരുന്നുണ്ട്. പീച്ച് ആണ് പീച്ചിൻ്റെ ലുക്ക്. ആൻഡ് യെല്ലോ. എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് സാരിയുടെ അത്ര ഒരു വൈഡ് ഫാബ്രിക് അല്ല, കുറച്ചും കൂടി ഒരു വിട്ട് ഭയങ്കര ബ്രോഡ് വിട്ട് വരുന്നൊരു ഫാബ്രിക് അല്ല കേട്ടോ. നമ്മൾ ആ ഒരു ചില ഫാബ്രിക്സ് ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു വീവിങ് ടെക്നിക്സ് മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറുതായിട്ട് ഒന്ന് അല്ലെങ്കിൽ ആ ഒരു വിറ്റ്നസ് കുറച്ചൊന്ന് കുറയാനുള്ള ചാൻസസ് വരും കേട്ടോ. അങ്ങനെ വന്നിരിക്കുന്നത്. സാരി അത്യാവശ്യം നല്ല ബ്രോഡായിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ പിങ്ക്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബേബി പിങ്കാണ്. ഇത് പക്ഷേ കുറച്ചും കൂടി ഒരു പിങ്കിഷ് ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. നല്ല കളറാട്ടോ. അതും സെയിം ഇതിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലൂ. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാട്ടോ. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഒരു ടീൽ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൂ ആണ് കേട്ടോ. ഇത് അപ്പർ പോർഷനിൽ ഫുൾ എംബ്രോയിഡറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ലോവർ പോർഷനിൽ വന്നിട്ട് ഒരു ഇങ്ങനെ കുറച്ചൊന്ന് വിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് പോലെയാണ് എൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അത്
നെക്സ്റ്റ് ഡിസൈൻ. ഞാൻ എടുത്തിരിക്കുന്നതിനകത്ത് അങ്ങനെ വരുന്നില്ല. നമ്മൾ ഈ ഒരു സെക്കൻഡ് കണ്ട ഡിസൈനിൽ മാത്രമാണ് അങ്ങനെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു 2300 റേഞ്ച് തന്നെയാണ് വരുന്നത്. 329 ആൻഡ് SHC 104 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 2509 ആണ്. ഞാൻ 3000 ആണല്ലേ നേരത്തെ പറഞ്ഞത്. ആക്ച്വലി 2329 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. ഇത് 2500. ഇതിൻ്റെ വർക്ക് കുറച്ചും കൂടി വരുന്നത് കൊണ്ട് ആ ഒരു പ്രൈസിൽ വരുന്ന വേരിയേഷനാണ്. ഇതിൻ്റെ അകത്തും ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫ്ലോറൽസിൻ്റെ സ്കാറ്റ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു പേസ്റ്റൽ പാലറ്റിലല്ല വന്നിരിക്കുന്നത്. യു ഹാവ് മറൂൺ, ഡാർക്ക് ഗ്രേഷ് ബ്ലൂ ആൻഡ് ഓലിവ് പിങ്കിൻ്റെ ടോൺസ്, അങ്ങനെയുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെയും ബ്ലൗസ് ഈ ഒരു ജോമെട്രിക് പാറ്റേണിൽ വന്നിട്ടുള്ള ജക്കോട്ട് ഫാബ്രിക്കിൻ്റെ തന്നെയാണ്. ആൻഡ് വി ഹാവ് സെയിം ഫാബ്രിക് ഫ്ലാറ്റ് ഫേസിങ് ഫോർ ദി എഡ്ജ് ഫിനിഷിങ്. ഇതാണ് എൻ്റെ ലുക്ക്. ഇത് നമുക്ക് പ്ലീറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കാനും ഭംഗിയാട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ലുക്കാണ്. ഇതിനകത്തും നമുക്ക് ലോ പോർഷനിൽ വന്നിട്ട് പ്ലീറ്റ്സിൻ്റെ അവിടെ ഒന്ന് വിട്ടിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് പ്ലീറ്റ് ഒന്ന് കെയർഫുൾ ആയി കഴിഞ്ഞാൽ ബാക്കി പ്ലീറ്റ്സ് കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അറ്റ് വാസ് എ പിങ്ക് ഷെയ്ഡ്, പക്ഷേ അതൊരു എന്താ പറയുക, ഒരു പീച്ചി ടോൺ വന്നിട്ടുള്ള പിങ്ക് ആയിരുന്നു കേട്ടോ. ആൻഡ് വി ഹാവ് ബ്ലൂ, ടീൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ലോ പോർഷനിൽ സ്കാലപ്പ് വരുന്നുണ്ട്. ആൻഡ് ലുക്ക്, എല്ലാ സാരീസും പ്ലേറ്റഡ് ആയിട്ട് എടുക്കാനും ഭംഗിയാണ്. കാഷ്വൽ പ്ലേറ്റ് ഇടാനും നല്ലതാണ്. ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് ടു ട്രാൻസ്പെറൻറ്റ് ഫോർ യു ക്യാൻ ഗോ ഫോർ കാഷ്വൽ പ്ലേറ്റ്സ് ആസ് വെൽ. എല്ലാം കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല പ്രൈസ് റേഞ്ച് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്കല്ലേ എല്ലാ സാരീസിനും. നല്ല യെല്ലോ, ഇതൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റർ ടോണിൽ വന്നിരിക്കുന്ന യെല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ചെക്കിൻ്റെ അകത്ത് ആ ഒരു ടോൺ മാറുന്നത് കാരണം നമുക്ക് ആ ചെറിയൊരു ലൈറ്റ് ആൻഡ് ഡാർക്ക് പോലത്തെ ഉള്ള ഒരു ഫീൽ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഗ്രീൻ, ഒരു പ്ലസൻറ്റ് ഗ്രീൻ ആണ്. എനിക്ക് ഈ ഒരു ടോൺ ഓഫ് ഗ്രീൻ ഇസ് റിയലി പ്രിറ്റി ആസ് വെൽ. ദിസ് ഇസ് ദി ലുക്ക്. ആൻഡ് ഇതിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസിൻ്റെ വിത്ത് സാരിയുടെ അത്ര ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ വിത്ത് വരുന്നത്. സോ ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് ദെൻ ഇത് SHC 110 ആണ് കേട്ടോ കോഡ് വരുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് എ ബ്രൈറ്റർ പിങ്ക് ലുക്ക്. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ 3 ഡിസൈൻസ്, 3 കോഡ്സ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഐലിറ്റ് എംബ്രോയിഡറൈഡ് സാരി വേണ്ട, നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺസിൻ്റെ മിഡിൽ പോർഷനിൽ ഇതുപോലെ ഐലിറ്റ് എംബ്രോയിഡറി അല്ലെങ്കിൽ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്, മെഷീനിൽ ചെയ്യുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. വളരെ ഫൈനായിട്ട് കട്ട് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്ന സെമി ടെസർ ഫാബ്രിക്കാണ്. സെമി ടെസർ ഫാബ്രിക്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം സെപ്പറേറ്റ് സ്പെഷ്യൽ മെഷീനിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. സെപ്പറേറ്റ് പോർഷൻസ് കരിച്ച് കളയുക, അല്ലെങ്കിൽ അത്രയും ഭാഗം എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഐലിറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. ഫുൾ സാരിയുടെ പല്ലു ആൻഡ് ലോവർ പോർഷൻ ഇതുപോലെ ഐലിറ്റ് എംബ്രോയിഡറി ഫിനിഷിങ് വന്നേക്കാണ്. വളരെ ഫൈനായിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പാറ്റേൺസ്, ആ ഫ്ലോറൽ പാറ്റേൺസിൻ്റെ മിഡിൽ പോർഷനിലാണ് ഈ ഐലിറ്റ് എംബ്രോയിഡറി വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് ഐലിറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. സെൽഫ് ത്രെഡ് കൊണ്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിൽ ഫ്ലോറൽ പാറ്റേൺസും അതുപോലെ ലീവ്സും ഒക്കെ ഫിനിഷ് ചെയ്തേക്കാണ്. ഇനി ഈ സാരിയുടെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ്. മൾട്ടിപ്പിൾ സ്കാലപ്സ് ആണ് വന്നേക്കുന്നത്. എന്നിട്ട് ഏറ്റവും അറ്റത്തുള്ള സ്കാലപ്പ് ഫിനിഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അതുകൊണ്ട് ആ ബോർഡറിന് നല്ല ഫൈനായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള സാരി.
സാരിയുടെ ലോവർ പോർഷനിലും പ്ലീറ്റുള്ള പോർഷനിൽ ലോവർ പോർഷനിൽ ഇതുപോലെ ഹൈലൈറ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ് കേട്ടോ. പ്യുവറായിട്ടുള്ള ടസർ സിൽക്ക് ഫാബ്രിക്കിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫീലിൽ വരുന്ന സെമി ടസർ ഫാബ്രിക്കിലാണ് ഈ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്ത് ഭംഗിയാക്കിയേക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന ഒരു വാടാമുല്ല ഷെയ്ഡാണ്. ഇനി 2 കളർ ഓപ്ഷൻസും കൂടി അവൈലബിൾ ആണ്. ഡാർക്ക് ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഡാർക്ക് മജന്ത ഒരു വാടാമുല്ല ഷെയ്ഡാണ്. ഇതൊരു റാണി പിങ്ക്, പീച്ചിഷ് പിങ്ക് ടോണാണ്. റാണി പിങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറ്. പിന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. ഈ കളേഴ്സ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് YNG 157 ആണ് കേട്ടോ. 3 കളർ വേരിയൻസ് ആയിട്ടാണ് അവൈലബിൾ ആക്കിയേക്കുന്നത്. പ്രൈസ് വരുന്നത് 4299. അപ്പോൾ ഇതേ അടുത്ത കളർ ഓപ്ഷൻ ഡാർക്ക് പിങ്ക്, ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ഇതിൽ പല്ലു ആൻഡ് അപ്പർ പോർഷൻ നമ്മൾ സാരി ഉടുക്കുമ്പോൾ മുകളിലേക്ക് വരുന്ന ആ പോർഷൻസ് ഫുള്ളായിട്ട് ഇതുപോലെ ഹൈലൈറ്റ് എംബ്രോയിഡറി കണ്ടോ, ഹൈലൈറ്റ് എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്, ഫൈനായിട്ടുള്ള കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ആൻഡ് സ്കാലപ്പ് ഫിനിഷ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ലോവർ പോർഷനിൽ ലോവർ ബോർഡറിൽ ഇതുപോലെ ഹാഫായിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവർക്കും ലൈറ്റ് കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഒക്കെ നന്നായിട്ട് ചേരുന്ന കളർ ഓപ്ഷനാണ് ഇത്. അടുത്ത കളർ. ഇനി തേർഡ് കളർ ഓപ്ഷൻ കാണാം. തേർഡ് കളർ വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീനിൽ ഫുള്ളായിട്ട് ഇതുപോലെ ആ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ കളറിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഈ ഒരു സിൽക്ക് സാരിയിലൊക്കെ സെമി സിൽക്കിലാണെങ്കിൽ ആ സിൽക്കിൻ്റെ സെയിം ഫിനിഷിങ് വരുന്ന സാരിയാണ്. ഇതൊരു ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇത് പ്യുവർ ടസറല്ല, ഒരു ബ്ലെൻഡഡ് ടസർ ആണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല കളർ ഓപ്ഷനാണ്. ബോട്ടിൽ ഗ്രീനിൽ സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് YNG 157 ആൻഡ് പ്രൈസ് 4299. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.